ഇവരോട് പറഞ്ഞു കൊടുക്കുക. അത് സാർ, എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബൈക്ക്, അതുപോലെ കുറച്ച് സ്പീഡിലാണ് ഞാൻ ബൈക്ക് ഓടിച്ചിരുന്നേ. പെട്ടെന്ന് എൻ്റെ ബാലൻസും തെറ്റി. അങ്ങനെ ആ ബൈക്ക് സൈഡിലേക്കൊന്ന് മറിഞ്ഞു. എനിക്ക് പെട്ടെന്ന് പേടിയും പിന്നെ ഇന്റർവ്യൂവിന്റെ കാര്യം ആലോചിച്ചപ്പോൾ അതാ ഞാൻ ബൈക്ക് നിർത്തായിരുന്നേ. ഇന്റർവ്യൂ കഴിഞ്ഞ് അപകടം ഉണ്ടായ ആരാണെന്ന് കണ്ടെത്തി നേരിട്ട് മാപ്പ് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കുറെ ആലോചിച്ചു. അങ്ങനെയാ ഇവിടെ വന്ന് സാറിനോട് കാര്യം പറഞ്ഞേ. എവിടായിരുന്നു നിന്റെ ഇന്റർവ്യൂ? ചങ്ങനാശ്ശേരിയില് DK സൂപ്പർ മാർക്കറ്റില് ഫ്ലോർ മാനേജറായിട്ട്. ഇവൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് അന്വേഷിച്ചു. അവിടെ അങ്ങനെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്. ഇവനതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആകാശേ, ഇത് കേസാക്കിയ ഇവന് ശിക്ഷ കിട്ടും. അറിയാതെ പറ്റിപ്പോയതാണെന്നല്ലേ പറയുന്നത്. പിന്നെ അരവിന്ദിന് വലിയ പരിക്കുമില്ല. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യല്ല. ആകാശ് പറഞ്ഞ കേസെടുക്കാം. സർ, മനഃപൂർവ്വം തെറ്റിയാത്ത ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അതെ സർ, ഇവൻ ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു സർ. വാ ചാരു. നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ നടന്നത് സത്യമാണെന്ന്? സത്യമല്ല, അത് ഉറപ്പല്ലേ? യഥാർത്ഥ പ്രതിക്ക് പകരം ഒരു ഡമ്മി പ്രതി. എനിക്കും അതാ തോന്നുന്നത്. ഇടിച്ചിട്ട അതേ മോഡലിലെ ബൈക്കും ആളെയും കണ്ടെത്താൻ ശ്രേയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ബൈക്കല്ല ഇടിച്ചിട്ടെന്ന് തെളിയിക്കാൻ നമുക്ക് ആ ബൈക്കിന്റെ നമ്പരും കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടിയ വിഷ്വൽസിലെ കണ്ണുകൾ പോലെയാണോ ഈ ഡമ്മിയുടേത്? അക്കുച്ചേട്ടൻ അത് ശ്രദ്ധിച്ചായിരുന്നോ? അതാ ഞാൻ ആദ്യം നോക്കിയത്. എനിക്ക് ഏകദേശം സാമ്യം തോന്നി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. വിഷ്വലിലുള്ള ബൈക്കിന്റെ നമ്പർ കിട്ടാതെ പോയതാ നമ്മുടെ ബാഡ് ലക്ക്. ശ്രേയ തൽക്കാലം രക്ഷപ്പെട്ടു. നീ വാ. ശ്രേയക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ഡമ്മി പ്രതിയെ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സ്റ്റേഷനിൽ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അക്കുച്ചേട്ടൻ അതൊരു ഡമ്മി പ്രതിയാന്ന് ഉറപ്പുണ്ടോ? അക്കുച്ചേട്ടൻ വ്യക്തമായിട്ട് ആളെയും ബൈക്കും ഒക്കെ കണ്ടതല്ലേ? അതെ, ഞാൻ കണ്ടതാ കാക്കുതി. ബൈക്ക് അത് തന്നെയായിരുന്നു, ഹെൽമെറ്റും അത് തന്നെയായിരുന്നു, അവനിട്ടിരുന്ന ഡ്രസ്സും അതെ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കണ്ട അവനാണോ അരവിന്ദേട്ടനെ അപകടപ്പെടുത്തിയെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുക. ഇതിപ്പോ നമുക്ക് കിട്ടിയ വിഷ്വൽസില് 2 കണ്ണുകൾ മാത്രമേ നമുക്ക് തെളിവായിട്ടുള്ളത്. ആ കണ്ണുകൾ ആരുടെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ പോകേണ്ടി വരും അറിയാലോ. പോലീസിന്റെ സപ്പോർട്ടൊന്നും നമുക്കില്ല. അവരെല്ലാം ശ്രേയയുടെ കൂടെ അല്ലേ? അതെ, അത് ശരിയാണ്. നമ്മളെ കൊണ്ട് ഇനി അത് വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വിഷ്വൽസ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. പറയാൻ പറ്റില്ല ദൈവം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒരു അവസരം കൊണ്ടുവരുന്നതെന്ന്. ആ ശ്രേയക്കിട്ടൊരു ആണിയടിക്കേണ്ട ഒരു അവസരം ദൈവം തരൂന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെയും പ്രാർത്ഥന അത് തന്നെയാ അക്കുച്ചേട്ടാ.